അഭിശ്രീ ഹോംവെല്ലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അടിനിത്തിൻ്റെയാണേ. ഇത് കണ്ടോ, നല്ല അടിപൊളിയല്ലേ, കാണാൻ എന്ത് രസമാണ്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ച ചെടിയാണ് കേട്ടോ. ഞാൻ 5 എണ്ണം മേടിച്ചായിരുന്നു. ഒരു ചെടിക്ക് 200 രൂപ വെച്ച് ഞാൻ മേടിച്ചായിരുന്നേ. മേടിച്ചപ്പോൾ തന്നെ ഇത്രയും കളറേ ഉണ്ടായിരുന്നേ. അപ്പം 5 എണ്ണം മേടിച്ചതിൽ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ചീഞ്ഞു പോയി. എന്ന് വെച്ചാൽ 3 ദിവസം അടുപ്പിച്ച് മഴയുണ്ടായിരുന്നില്ല. മഴയത്ത് ഞാൻ വെച്ച് പോയി. അതുകൊണ്ട് അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോയി. ഇതിന് വെള്ളം കൂടുതൽ വേണ്ടല്ലോ. മാത്രമല്ല ഞാൻ നട്ട ചട്ടിയിലുണ്ടല്ലോ, അടിയിൽ ഹോള് തീരെ ചെറുതായിരുന്നു. വെള്ളം ഒലിച്ചു പോകാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. അങ്ങനെ അങ്ങ് ചീഞ്ഞു പോയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരെണ്ണം ചീഞ്ഞു പോയി. അത് ഞാൻ കട്ട് ചെയ്ത് നട്ടിട്ടുണ്ട്. കിളുക്കുമെന്ന് അറിയത്തില്ല, എന്നാ കളറാണെന്ന് അറിയത്തില്ല. കളർ ഇഷ്ടപ്പെട്ട് ഞാൻ ഓൺലൈനിൽ മേടിച്ചതായിരുന്നു. അപ്പം അങ്ങനെ 5 എണ്ണത്തിൽ 3 എണ്ണം ഉണ്ട്, 2 എണ്ണം പോയി. അപ്പം ഇത് ആദ്യമായിട്ടുണ്ടായ കൺമണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. കളർ ഇഷ്ടപ്പെട്ടു. കണ്ടോ, സൈഡിൽ എതള് കണ്ടോ. ഇത് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്, 6-7 കളറുണ്ട്. പക്ഷെ അത് സൈഡിൽ ഇങ്ങനത്തെ സംഭവമല്ല, അടുക്കും ഉണ്ട്, സിംഗിളും ഉണ്ട്. ഇത് എന്താ പറയുക, ഇതുപോലത്തെ ആദ്യമായിട്ടാണ് ഈ പൂക്കുന്നത്. ഇത് ഫസ്റ്റാണ്, ഇത് ആദ്യത്തെ കൺമണി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്താണ്. ഇതിൻ്റെ പോട്ടിങ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി മണ്ണ്, മണൽ, ആട്ടും കഷ്ടം, ചാണകപ്പൊടി, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് പോട്ടിങ്സ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് നട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇലയെല്ലാം പൊഴിഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ പുതിയ ഇലയാണ്. പുതിയ ഇല ഉണ്ടായതിന് ശേഷമാണ് ഞാൻ വളമിടാൻ തുടങ്ങിയത്. DAP ഇട്ട് കൊടുത്തു. DAP ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ വെള്ളത്തിൽ അലിയിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുത്തു, ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ 19 സ്പ്രേ ചെയ്ത് കൊടുത്തു. 1/2 സ്പൂൺ ഇതിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ വെതറി കൊടുത്തായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് സാഫ് ഞാൻ ഒഴിച്ച് കൊടുത്തായിരുന്നു. കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാൻ സാഫ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ വിട്ടുപോയിരുന്നു, സോറി കേട്ടോ, തുടക്കത്തിൽ പറയണമായിരുന്നു. ഇത് സാഫിൽ ഞാനിത് ഒരു അരമണിക്കൂർ ഞാൻ മുക്കി വെച്ചേക്കുമായിരുന്നു, ഫംഗസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തതും ചൂട്ടിൽ ഒഴിച്ച് കൊടുത്തതുമൊക്കെ. പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഫിഷ് അമിനാസിഡ് ഒഴിച്ച് കൊടുക്കുമല്ലോ, സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പം അതും ഞാൻ ഒഴിച്ച് കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ തേങ്ങ പൊട്ടിച്ച് തേങ്ങാ വെള്ളം ഉണ്ടല്ലോ, തേങ്ങാ വെള്ളം പുളിപ്പിച്ചിട്ട് അതിൽ ഇച്ചിരി ഈസ്റ്റ്, നമ്മൾ പാലപ്പത്തിലൊക്കെ ഇടത്തില്ലേ ഈസ്റ്റ്, ആ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് 15 ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മിക്സ് ചെയ്ത് പിന്നെ 1 ഗ്ലാസ് എടുത്താൽ 1 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്ത് അത് ഞാൻ എൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇതിനിട്ട വളങ്ങളെ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.